ചെമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ മീൻ കറിയും കുറച്ച് പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് റോഡിൽ കയറി നിൽക്കുവാണേ. ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടത്തി മോനും കൂടെ വണ്ടിയും കൊണ്ട് വരും. ആ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. ആ കൊച്ചെല്ലാവരെയും വണ്ടിയിൽ കാണുന്നവരെ എല്ലാവരെയും വണ്ടി കയറ്റിക്കൊണ്ട് പോകും കേട്ടോ. അതുപോലെ ഞാനും ആ വണ്ടിക്കാണ് ഇന്നും പള്ളിയിൽ പോകുന്നത്. അതുകൊണ്ട് ഞാൻ റോഡിൽ കയറി നിന്നപ്പോൾ ഞങ്ങളുടെ മന്ദാരം എല്ലാം നല്ല പൂത്ത് നിൽക്കുന്നേ. ആ മന്ദാരപ്പൂവിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കേട്ടോ, ഒരു വീഡിയോ എടുത്തു. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇരുട്ടത്തെ മന്ദാരപ്പൂവൊക്കെ നല്ല ഭംഗിയുണ്ട്. മഞ്ഞ നിറത്തിലുള്ള മന്ദാരപ്പൂവും പച്ച ഇലയും കൂടെ ആകുമ്പോൾ നല്ലൊരു ഭംഗി കാണാൻ. അങ്ങനെ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നടന്നാണ് വരുന്നത്. വണ്ടിയിൽ കയറുമല്ല, നടക്കാനായിട്ട്. രാവിലെ നടക്കുന്നത് നല്ലതാണല്ലോ, നടപ്പും ആവും പള്ളിയിൽ പോക്കും ആവും. അങ്ങനെ നടന്നു വരികയാണ് ഈ റോഡിൽ കൂടി. ഈ റോഡിൽ കൂടി വണ്ടിയൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ, എല്ലാ വണ്ടികളും പോകുന്ന റോഡാണ്. അങ്ങനെ റോഡിൽ കൂടി ഞാൻ നടന്ന് വരികയാണ്. എനിക്കൊത്തിരി ഇഷ്ടമായി ഈ റോഡിൽ കൂടി ഇങ്ങനെ രാവിലെ നടന്നു പോകാനായിട്ട്. കണ്ടു, വലിയൊരു മരം, ഒരു തണൽ മരം റോഡിൽ നിൽക്കുന്നതാണ് കേട്ടോ. അത് പൂവുണ്ടാവും, ഇപ്പം പൂവില്ല. ചില സമയങ്ങളിൽ അതേ നിറച്ചും പൂവുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് വീട്ടിൽ വന്നു കേട്ടോ. കൊയിരാള മീൻ വാങ്ങിച്ചു. നമുക്കിത് അങ്ങനെ മീനെല്ലാം വെട്ടിയെടുത്ത് കറി വെക്കാനായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇട്ട് കൊടുക്കാം. സവോളയും 2-3 പച്ചമുളകും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, വെളുത്തുള്ളി കൂടിയിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കാം. ഒരു നാടൻ രീതിയിലുള്ള മീൻ കറിയാണ് വെക്കുന്നത്. സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇടുമ്പോഴത്തേനും പൊട്ടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂണ്. എരിവ് കുറച്ച് മതി. ഇഞ്ചി മുളകിൻ്റെ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഒരുപാട് എരിവ്. അതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി. ഇത്രയും പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടി കരിയാതെ വഴറ്റിയെടുക്കണം കേട്ടോ. കരിയാന്ന് പറഞ്ഞാൽ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. പുളി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം. പുളി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് തിളയ്ക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണേ. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പും കൂടി ഒഴിച്ച് ഒന്നുകൂടി തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്കിട്ട് അതിലേക്കിട്ട് കൊടുക്കാം. കൊയിരാള മീനാണ് മേടിച്ചത്. വെട്ടാനൊക്കെ എളുപ്പമുണ്ടായി. തൊലി പൊളിച്ചെടുത്താൽ മതി. നല്ല എളുപ്പമുള്ള മീനായിരുന്നു. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണമെന്ന് തോന്നുന്നു. ചൂടായി തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്. ഇനിയും പച്ചവെള്ളം ഒഴിക്കുന്ന വെച്ചാൽ രുചി കാണത്തില്ല. അതുകൊണ്ട് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ കണക്കിന് പാകത്തിനുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടി തൂവി കൊടുക്കാം. ശേഷം 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. അപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിനും കപ്പയ്ക്കും ഒക്കെ കൂട്ടാൻ നല്ല ബെസ്റ്റ് മീൻ കറിയാണേ. ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം. നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.